അപ്പോൾ ഉണ്ടല്ലോ നമുക്കില്ലേ ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? സ്വതവേ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെ വെച്ചാൽ ഗീ റൈസ് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കാറ്. ഇന്ന് അരി ഊറ്റി വെച്ചിട്ട് ദമ്മിട്ട കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോഴിക്കോട്ടുകാരുടെ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ 3 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, 4 വലിയ പഴുത്ത തക്കാളി, ഒരു 10-12 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് മാറ്റിവെക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലും. ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ 3 സവാള ഇതിൽ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ സവാള വഴറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്കും കൂടി ആവശ്യമുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഇതിലേക്കൊന്ന് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ലോണം ഒന്ന് വാടി കിട്ടിക്കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 വലിയ പഴുത്ത തക്കാളിയാണ് ഞാൻ ഇതിൽ ചേർത്തത്. തക്കാളി ചേർത്ത് ഒന്ന് കുറച്ച് സമയം സിമ്മിലിട്ടിട്ട് തക്കാളി വെന്ത് കിട്ടുന്നവരെ ഒന്ന് മൂടി വെക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട്. 2.5 വലിയ ടേബിൾ സ്പൂണ് പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമല്ല, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും മാത്രമാണ് ബിരിയാണിക്ക് ചേർക്കാറ്. നല്ലോണം ചേർത്ത് പൊടിയുടെയൊക്കെ ആ പച്ചമണക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 3/4 കിലോ ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി മസാലക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കഴിഞ്ഞ് ഇനി ചിക്കനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് ഒന്ന് മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ചിക്കൻ ഒടിയാത്ത രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം അതിലേക്ക് ഞാൻ 1.5 കയ്യിൽ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പുളിയില്ലാത്ത തൈരാണ്, അതാണ് ഞാനൊരു 1.5 കയ്യിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ നിറയെ നല്ല പുളിയുള്ള തൈരാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു കയ്യിൽ മതിയാവും, കാരണം അത്യാവശ്യത്തിന് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മിക്സാക്കി ലെവൽ ചെയ്ത് കൊടുത്ത് ഒന്ന് നമുക്ക് ഇതെന്ത് ചെയ്യാം, മൂടി വെക്കാം. ഈ സമയത്ത് ഇനി വേവിക്കുക പിടിക്കുകയൊന്നും ചെയ്യണ്ട. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വെക്കാം. ചിക്കൻ ഇപ്പോൾ വേവിക്കണം. ഇനി നമുക്ക് എങ്ങനെ അരി ഊറ്റി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ ഒരു 3/4 ഭാഗത്തിൻ്റെ മേലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിന് അളവോ കാര്യമൊന്നുമില്ല, അരിക്ക് കണക്കാക്കി വെള്ളം ഒന്നൊന്നുമില്ല. 3/4 ഭാഗം വെള്ളം എന്താക്കുക ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറാമ്പൂ, ഏലക്കായ്, പട്ട ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2.5 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് വെള്ളം തിളച്ച് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച് ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അരി ചേർത്തതിന് ശേഷം 1/2 മുറി ചെറുനാരങ്ങൻ്റെ നീര് ചേർത്തിട്ടുണ്ട്. അത് റൈസ് എപ്പോഴും ഇതുപോലെ നല്ല വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടും അരി നല്ല വിടർന്നിട്ടുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങൻ്റെ നീര് ഈ സമയം ചേർത്ത് കൊടുക്കുന്നത്.
ഒരു 8-9 മിനിറ്റ് ആകുമ്പോൾ തന്നെ അരി ഇതുപോലെ പൊട്ടി കിട്ടും. നമ്മൾ കൈകൊണ്ട് തൊടുന്ന സമയത്ത് അരി ഇതുപോലെ ഇങ്ങനെ പൊട്ടി കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അരി ഊറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 8-9 മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ രണ്ടതായിട്ട് പൊട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതൊന്ന് ഊറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു കൊട്ടയിലിട്ടിട്ട് ഈ അരി ഒന്ന് നമുക്ക് ഊറ്റി വെക്കാം. ഇതുപോലെ ഊറ്റി വെച്ചിട്ട് ശേഷം ഇനി നമുക്കെങ്ങനെ ഇത് ദമ്മിടുന്ന പ്രോസസ്സിലേക്ക് ഇങ്ങനെ നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഓയിലൊന്ന് താഴത്തെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ മസാല വെച്ച് കഴിഞ്ഞാൽ മസാല അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചിക്കനൊന്നും വേവിച്ചിട്ടില്ല, മസാലയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ചിക്കന്. ഇനി മസാല ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ശേഷം ഊറ്റി വെച്ച ഈ അരിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹാഫ് പോർഷൻ ചേർത്തതിന് ശേഷം കുറച്ച് ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ മറ്റോ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇവിടെ ആരും കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാത്തത്. ഇനി കുറച്ചൊരു ഗരം മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഹാഫ് പോർഷനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കാരണം നമ്മൾ അരി ഊറ്റുന്ന സമയത്ത് ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം ചോറിന് നല്ല കുറച്ചൊരു എണ്ണമയം മറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയമാണ് നമ്മൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത് ദമ്മിടുന്ന ഈ ഒരു പ്രോസസ്സിങ്ങിൽ. ഇനി ബാക്കിയുള്ള മല്ലിയിലയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചൊന്ന് നെയ്യ് ഇതിലേക്ക് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കണം. അരിക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ സമയം ലാസ്റ്റ് സ്റ്റേജിൽ ഒന്ന് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ഫോയിൽ വെച്ച് കവർ ചെയ്യാം നമുക്ക്. ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഫോയിൽ വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അരമണിക്കൂറാണ് ഇതിൻ്റെ ടൈം എടുക്കുന്നത്. ആദ്യത്തെ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഗ്യാസ്. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള 20 മിനിറ്റ് വളരെ ചെറിയ തീയിൽ വേണം ഗ്യാസ് വെക്കേണ്ടത്. ഇപ്പം ഞാൻ 10 മിനിറ്റ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ശേഷം വളരെ ചെറിയ സിമ്മിലാണ് ഇനി ബാക്കിയുള്ള 20 മിനിറ്റ് വെക്കേണ്ടത്. ഫ്ലെയിം ഇത്രയും ചെറിയ തീയിൽ വെക്കണം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ഓഫ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ ദമ്മ് പൊട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാരണം അത്രയും ടേസ്റ്റ് കൂടും. എത്രത്തോളം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം അതിൽ വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്കൊന്ന് അരി സെപ്പറേറ്റ് ആക്കാം. ഇതിലുള്ള ചോറൊന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കാം. ചോറും മസാലയും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് വൈറ്റ് കളറിലായിരിക്കും, പക്ഷെ മസാലേൻ്റെ ആ ഒരു പോർഷൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ കറക്റ്റ് അരിക്ക് നല്ല ഫ്ലേവറും നല്ല രുചിയും ഉണ്ടാവും. ഈ രീതിയിൽ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എപ്പോഴും നമ്മൾ ഗീ റൈസ് വെച്ചിട്ടല്ലേ ബിരിയാണി തയ്യാറാക്കുക. ഇതുപോലെ അരി ഊറ്റി വെച്ചിട്ട് ദം ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ടുമായി കാണാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.